ഡൊമിനോ ദിബക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ബിരിയാണി ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത്? ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാർക്കും ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പല ടൈപ്പ് ഓഫ് ബിരിയാണി നമ്മൾ കഴിക്കാറുണ്ട്. അതിപ്പം ട്രിവാൻഡ്രത്താണെന്നുണ്ടെങ്കിൽ എവിടെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈപ്പ് ബിരിയാണി അവൈലബിൾ ആണ്. ട്രിവാൻഡ്രത്ത് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും അടുത്ത കാലത്തായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു റെസ്റ്റോറൻ്റ് ആണ് ബില്ലി ഗോട്ട് ബിരിയാണി. അപ്പോൾ അത് ട്രിവാൻഡ്രത്ത് കുളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ റെസ്റ്റോറൻറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പം നമുക്കിന്ന് ആ ബില്ലി ഗോട്ട് റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. നല്ല വെറൈറ്റി ഉള്ള ബിരിയാണി കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ട്രൈ ഔട്ട് ചെയ്യാം കേട്ടോ ഈ ബില്ലി ഗോട്ട് റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ ആക്ച്വൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് കഴക്കൂട്ടത്തേക്ക് പോകുമ്പോൾ ഇൻഫോസിസ് ജംഗ്ഷൻ കഴിയുന്ന ഉടനെ റൈറ്റ് സൈഡിൽ സർവീസ് റോഡിൽ നമുക്ക് ഈ ബില്ലി ഗോട്ട് റെസ്റ്റോറൻറ്റ് കാണാനായിട്ട് സാധിക്കും. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ട്രിവാൻഡ്രത്തുള്ള ബിരിയാണി പ്രേമികളുടെ ആ ഒരു മനം കവർന്ന ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഈ ബില്ലി ഗോട്ട് റെസ്റ്റോറൻറ്റ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആ ഒരു ബില്ലി ഗോട്ട് ബിരിയാണി തന്നെയാണ്. മട്ടൺ ബിരിയാണിയാണ്. അപ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റിൽ പ്രത്യേക ഫ്ലേവറിൽ നല്ല അടിപൊളി സ്പൈസസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവരത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ 2 ടൈപ്പ് ഓഫ് ബിരിയാണിയാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് ബില്ലി ഗോട്ട് ബിരിയാണി, പിന്നെ ഒരു ക്ലാസിക് ചിക്കൻ ബിരിയാണി. ഞങ്ങൾ ബിരിയാണി കഴിക്കാനായിട്ട് വന്നതാണെങ്കിലുമേ ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന കോക്കോ ഫ്രൈ ആണ്. അതായത് കൊച്ചുകോഴി ഫ്രൈ. നമുക്ക് ട്രിവാൻഡ്രത്ത് ചാലയിലുള്ള റഹ്മാനിയ റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, കേത്തൽസ് റഹ്മാനിയ റെസ്റ്റോറൻറ്റ്, അവിടെ കിട്ടുന്ന ആ ഒരു ചിക്കൻ ഫ്രൈയെ അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇവർ ഈ ഒരു ചിക്കൻ ഫ്രൈ ഇവിടെ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അത്രയും ചെറിയ പീസല്ല, പക്ഷെ എന്നാലും ചെറിയ കോഴിയാണ്. നല്ല ടെൻഡറായിട്ടുള്ള ആ ഒരു ചിക്കൻ. പക്ഷേ ഇതിൻ്റെ മസാല ഉണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ആ ഒരു ചിക്കൻ ഫ്രൈ ആണ്. ശരിക്കും നമുക്ക് സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ബിരിയാണിയുടെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയ ഒരു ഐറ്റമാണ്. എനിക്കിത് ശരിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട്. നല്ല മസാലയാണ് അവരതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. നിറയെ ചിക്കൻ ഫ്ലേക്സും ഒക്കെ ഇട്ടിട്ട് സ്പൈസി ചിക്കൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഈ ഒരു കോക്കോ ചിക്കൻ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. കൊച്ചുകോഴി ഫ്രൈ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നല്ല ചൂടായിട്ടുള്ള അവരുടെ ആ ഒരു ചിക്കൻ ബിരിയാണി സെർവ് ചെയ്തു. ചിക്കൻ ബിരിയാണിയുടെ കൂടെ സാലഡും ഉണ്ട്, അതുപോലെ പിക്കിൾസും ഉണ്ട്. ശരിക്കും എൻ്റെ കൺട്രോൾ പോകുന്നുണ്ട് കേട്ടോ. കാര്യം ഞാനിങ്ങനെ ഈ സെർവ് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് ഈ ആവി പറക്കുന്നത് കൊണ്ട് അതിനകത്ത് നിന്ന് ആ ഒരു ബിരിയാണിയുടെ ഫ്ലേവർ വരുന്നുണ്ട്. ഓവറായിട്ടുള്ള കുത്തലൊന്നും ഇല്ലാതെ ആ ഒരു വളരെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫ്ലേവർ. അപ്പം ഞാൻ ഇനി ഇതൊന്ന് കഴിച്ചും കൂടെ നോക്കട്ടെ. ശരിക്കും ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല ആ ഒരു ടേസ്റ്റിലുള്ള ബിരിയാണിയാണ്. എക്സ്ട്രാ സ്പൈസി ഒന്നുമല്ല, ഓവറായിട്ട് ഇവർ സ്പൈസസും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഉപയോഗിച്ചേക്കുന്ന ആ സ്പൈസസ് റൈസുമായിട്ടും അതുപോലെ ചിക്കനുമായിട്ടും നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ബിരിയാണി. ചിക്കനൊക്കെ നല്ല ടെൻഡറായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് 2 വലിയ പീസ് ചിക്കനും പിന്നെ 1-2 ചെറിയ പീസ് ചിക്കനും എനിക്ക് കിട്ടി. ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ആ ഒരു ചിക്കൻ ബിരിയാണി. എനിക്ക് ശരിക്കും ഈ റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്തത് എൻ്റെ കസിൻ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്ന സന്ദീപാണ്. ചിക്കൻ ബിരിയാണി ഏകദേശം കഴിച്ച് തീർന്നപ്പോൾ തന്നെ ഇവിടുത്തെ മാസ്റ്റർ പീസ് ഐറ്റമായിട്ടുള്ള ആ ബില്ലി ഗോട്ട് ബിരിയാണി അവർ സെർവ് ചെയ്തു. നല്ല ചെറിയ മട്ടൺ പീസസ് അടങ്ങുന്ന ഒരു ബിരിയാണിയാണ്. ഇതിനും ഒരു പ്രത്യേക ഫ്ലേവർ വരുന്നുണ്ട്. ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. വാവ്, ശരിക്കും ക്ലാസിക് ബിരിയാണിയാണ് കേട്ടോ. ആ ചിക്കൻ ബിരിയാണി സൂപ്പർ ആണെന്നുണ്ടെങ്കിൽ ഈ മട്ടൺ ബിരിയാണി ശരിക്കും ക്ലാസിക് ബിരിയാണിയാണ്. അതിനകത്ത് കിടക്കുന്ന ആ മട്ടൺ പീസസ് ഒക്കെ ഉണ്ടല്ലോ സ്ലോ കുക്ക് ചെയ്ത് സ്പൈസസിനകത്തൊക്കെ കിടന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് മസാലയായിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് ആ റൈസിനൊക്കെ ഒരു പ്രത്യേക ഫ്ലേവറും വരുന്നുണ്ട്. അപ്പോൾ ഒരു മട്ടൺ ബിരിയാണി ലവർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ബില്ലി ഗോട്ടിലെ ഈ ഒരു മട്ടൺ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എനിക്കിത് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. ശരിക്കും ഒരു ക്ലാസിക് ബിരിയാണി. നല്ല ക്ലാസിക് ടേസ്റ്റിലുള്ള 2 ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടെ മൊയ്ത്തോസ് അവൈലബിൾ ആണ്. അപ്പം ഞാനൊരു പാഷൻ ഫ്രൂട്ടിൻ്റെയും ഒരു ഗ്രീൻ ആപ്പിളിൻ്റെയും മൊയ്ത്തോ ഒക്കെ വാങ്ങിച്ച് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുന്നത്. അപ്പോൾ വളരെ തൃപ്തികരമായിട്ട് ഞങ്ങൾ 2 പേരും ചിക്കൻ ബിരിയാണിയും അതുപോലെ അവരുടെ മട്ടൺ ബിരിയാണി ബില്ലി ഗോട്ട് ബിരിയാണി, അതും പിന്നെ ആ ചെറിയ ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ കോക്കോ ഫ്രൈ എന്നാണ് പറയുന്നത്, കൊച്ചുകോഴി ഫ്രൈ. ഇതെല്ലാം വളരെ ടേസ്റ്റി ആയിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റിൽ ഞങ്ങൾ ഈ ഫുഡെല്ലാം കഴിച്ചു. നിങ്ങൾ ഈ ഒരു ബിരിയാണി ട്രൈ ഔട്ട് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ബില്ലി ഗോട്ട് ബിരിയാണി ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക.
ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഞങ്ങളുടെ ചാനലായ ഡൊമിനിയോ ദീപക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സ് ഞങ്ങൾക്ക് തരിക. അതുകൊണ്ടാണ് ആ കമന്റ്സ് നോക്കിയിട്ടാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾക്ക് ഡൊമിനിയോ ദീപക്സ് എന്നൊരു പേജ് ഉണ്ട്, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നു പോരുത്. മറ്റൊരു സൂപ്പർ വീഡിയോയുമായിട്ട് അടുത്ത സൺഡേ രാവിലെ 11 മണിക്ക് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.